ജീവിത സായനത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ നേരിടാനുള്ള മരുന്നും ചികിത്സയുമെല്ലാം ഉൾപ്പെടുന്ന വൈദ്യശാസ്ത്ര മേഖലയാണ് ജെറിയാട്രിക്സ്. കേരളത്തിലും ജെറിയാട്രിക്സിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആശുപത്രികളിൽ പ്രത്യേക വിഭാഗങ്ങൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഫാദേഴ്സ് ഡേയിൽ ജെറിയാട്രിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിലെ ജെറിയാട്രിഷ്യനായ ഡോക്ടർ പല്ലവി മോഹൻ. 60 കഴിയുമ്പോഴേക്കും ആരോഗ്യത്തിൽ കുറവുണ്ടാകാൻ തുടങ്ങും. ഒരു വീടിനെ താങ്ങിയ കരുത്തുള്ള പേശികൾക്ക് ശക്തി കുറയും. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനത്തിൽ പോരായ്മകളും അസുഖങ്ങളും പതിവാകും. വാർദ്ധക്യ സഹജരോഗങ്ങൾ എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്ന അത്തരം ആരോഗ്യ പ്രശ്നങ്ങളെ ഗൗരവത്തോടെ കാണുകയും ചികിത്സ ഉറപ്പാക്കുന്നതുമായ ജെറിയാട്രിക്സ് എന്ന വൈദ്യശാസ്ത്ര ശാഖയെ അടുത്ത കാലത്താണ് നമ്മുടെ കേരളത്തിൽ ഗൗരവത്തോടെ കാണാൻ തുടങ്ങിയത്. കേരളത്തിലെ അപൂർവം ജെറിയാട്രീഷ്യന്മാരിൽ ഒരാളാണ് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പല്ലവി മോഹൻ. അത് കഴിഞ്ഞിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എൽഡർലി പോപ്പുലേഷൻ കാണുന്നത്. അപ്പോൾ ഇത്രയും ഹെൽത്ത് ഡെവലപ്മെൻറ്റും പിന്നെ അതേപോലെ എൽഡർലി പോപ്പുലേഷനും കൂടി വരുമ്പോൾ അവർക്ക് പ്രത്യേകതയായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൽ ലൈക്ക് ഇന്ത്യയിൽ നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ എൽഡർലി എന്ന് പറഞ്ഞ പ്രോഗ്രാമും അതേ കേരളത്തിൽ വയോമിത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാമും അവർക്ക് ഫേവറായിട്ട് ഇറക്കിയത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മുടെ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി വരും കാലത്തിൽ അത് കൂടിക്കൂടിയേ വരത്തുള്ളൂ. ചികിത്സയ്ക്കൊപ്പം സ്വാതന്ത്ര്യവും കൂടിയാണ് ജെറിയാട്രിക്സ്. രോഗിയോട് അടുത്തിടപഴകുന്നതും ആത്മവിശ്വാസം പകരുന്നതുമെല്ലാം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാകുന്നു. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും പ്രായവരിൽ. കാരണം അവർക്ക് പൊതുവേ ഉണ്ടാവുന്നത് ഡോക്ടറോടൊന്ന് പറയണം, അവരുടെ വിഷമങ്ങളൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തീരാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന രീതിയിലായിരിക്കും അവർ വരുന്നത്. അപ്പം മിക്കപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൂടെ വരുമ്പോൾ ഇപ്പോൾ മകളോ അല്ലെങ്കിൽ ഭാര്യയോ വല്ലതും കൂടെ വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്. പേഷ്യൻ്റ് അധികം സംസാരിക്കാൻ വിടാറില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പേഷ്യൻ്റായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യും. അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് കൂടുതൽ ചോദിക്കും. അവരുമായിട്ട് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യും. ജെറിയാട്രിക്സ് എന്ന വൈദ്യശാസ്ത്ര ശാഖയുടെ പഠനത്തിന് കേരളത്തിൽ ആവശ്യത്തിന് സീറ്റുകളില്ലെന്നതും പൊതുജനത്തിനുള്ള അവബോധക്കുറവും സർക്കാരും ആരോഗ്യമേഖലയിലെ വിദഗ്ധരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. കാലടറി വീണപ്പോഴെല്ലാം കൈത്താങ്ങായി നിന്ന വളർത്തി വലുതാക്കി സമൂഹത്തിലെ ഉത്തമ പൗരന്മാരാക്കി നമ്മെ മാറ്റിയ അച്ഛന്മാർക്കായി ആചരിക്കുന്ന ഈ ദിനത്തിൽ തന്നെയാകട്ടെ അത്തരം ചർച്ചകൾക്കുമുള്ള തുടക്കം. ജനം, തിരുവനന്തപുരം.